ഗ്ലോറിയാണ് അല്ലേ? അതെ, ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമാണ് അഡ്വക്കേറ്റ് ഗ്ലോറി. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വലിയ ആശങ്കയിൽ നിന്നും ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആസാമി പെൺകുട്ടി പോയപ്പോൾ നമ്മൾ വലിയ സങ്കടത്തിലായിരുന്നു. ഞങ്ങൾ മാധ്യമങ്ങൾ മറ്റു വാർത്തകളെല്ലാം ഉപേക്ഷിച്ച് അതിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. എന്തായാലും സുരക്ഷിതയാണ് എന്ന് അറിയുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അന്ന് ആ വാർത്ത കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ കുട്ടികൾ ആഹാ കൊള്ളാലോ, ഹീറോ ആണല്ലോ ഇന്നത്തെ എന്ന് വിചാരിച്ച് ഇനി ഇറങ്ങി പോകുമെന്നൊക്കെയുള്ള പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് പറയുന്നുമുണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ഒരു അന്തരീക്ഷം നന്നാക്കാൻ, വീട്ടിലെ അന്തരീക്ഷം നന്നാക്കാൻ കുട്ടികൾ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ആ കുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസകരവും സന്തോഷപ്രദവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് കുറച്ച് സമയം ചർച്ചയ്ക്കുള്ളൂ. അതുകൊണ്ട് ചില കാതലായ ഭാഗങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അവിടുന്ന് അത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി, മിക്കവാറും മിസ്സിംഗ് കേസിന് എഫ്ഐആർ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഹാജരാക്കി കുട്ടീനെ അവര് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. കാരണം കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നതും കുട്ടി ഇവിടെയുള്ള കുട്ടിയായിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റിൽ താമസിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്തുകൊണ്ട് തടഞ്ഞുകൂടാന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷെഫീഖ് കമ്മിറ്റിയെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഷെഫീഖ് എന്ന് പറയുന്ന ഒരു ബാലൻ കുട്ടിയുടെ മാതാപിതാക്കളാൽ, രണ്ടാനച്ഛൻ രണ്ടാനമ്മ അങ്ങനെയുള്ള ആളുകളാൽ ആക്രമിക്കപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കടന്ന് പിന്നീട് നമ്മുടെ സർക്കാർ തന്നെയാണ് ആ കുട്ടിയെ ഏറ്റെടുക്കുന്നതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഗാർഹിക അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് നേരിടുന്ന ഈ പീഡനങ്ങളെ, അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഷെഫീഖ് കമ്മിറ്റി, അതിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു സർക്കാർ. അത് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ബേസിൽ ആ പേര് മാറ്റിയിട്ട് ബാലസുരക്ഷ എന്നുള്ളതാണ്. ബാലസുരക്ഷ പ്രോട്ടോകോൾ 2014 ഡിസംബറിൽ തന്നെ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ അതൊരു കോൾഡ് സ്റ്റോറേജിൽ ഇപ്പോഴും ആണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. വ്യക്തമായിട്ട് ഞങ്ങളൊക്കെ അന്ന് കമ്മീഷനിൽ ഇരുന്ന ഒരു സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തുകയും വ്യക്തമായിട്ട് നമുക്ക് താഴെ തട്ടിൽ മുതൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. അത് ബാലസുരക്ഷാ പ്രോട്ടോകോൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് വിവിധ വകുപ്പുകളുടെ, സാമൂഹ്യനീതി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇവിടെയൊക്കെ ഒരു ഏകോപനം ആവശ്യമാണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സെക്കൻഡറി ലൈൻ ഓഫ് പ്രിവെൻഷൻ പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ടും പറയുന്നത് നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള ഫാമിലിയെ ഫോക്കസ് ചെയ്തിട്ട് അവിടെയുള്ള അന്തരീക്ഷത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വൾണറബിൾ എന്ന് ഉദ്ദേശിക്കുമ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഫാദേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ് ഉള്ള ഫാമിലീസ്, കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആയിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉള്ള ഫാമിലീസ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവര്, സാമ്പത്തികമായി വളരെയധികം പരാധീനതയിലുള്ള ഫാമിലീസ്, മറ്റ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്ന കുടുംബങ്ങള്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ മറ്റു കാര്യങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുവാനായിട്ട് അവരെ കൊണ്ട് തന്നെ സാധിക്കാത്ത സാഹചര്യങ്ങളിലൊക്കെ ഒരു വൾണറബിലിറ്റി മാപ്പിംഗ് നടത്തണമെന്നുണ്ട്. അതിന് അംഗൻവാടി വർക്കർ മുതൽ മുകളിലേക്കുള്ള സംവിധാനങ്ങൾ വരെ. അപ്പോൾ ഇപ്പൊ ഈ കാര്യത്തിൽ പഞ്ചായത്തിന് വലിയൊരു റോളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാമിലീസിനെ ഇതുവരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അന്ന് ആ റിപ്പോർട്ടില് എത്രയോ ആയിരക്കണക്കിന് ഫാമിലീസ് ഇത്തരത്തിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മറ്റു ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് സംവിധാനങ്ങൾ പലതുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് വലിയൊരു സങ്കടം നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വളരെ ശക്തമായിട്ടുള്ള വളരെ നല്ല ഒരു കാര്യമാണ് ഈ ബാലസുരക്ഷാ പ്രോട്ടോകോൾ. വിവിധ വകുപ്പുകളുടെ ഏകോപനങ്ങൾ, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതൊന്നും ഇല്ലാത്തതിന്റെ ഒരു ഉദാഹരണം കൂടി നമ്മൾ ഈ കേരളം അത്ര മോശമല്ല. കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തില്, കുട്ടികളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു സംരക്ഷണത്തിന്റെ മേഖലയിൽ നമ്മൾ ഒന്നാമതൊന്നും അല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുടെ വിവിധ സംവിധാനങ്ങളുടെ പരാജയം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഒന്നും കൂടെ അലേർട്ട് ആകേണ്ടതുണ്ട്. കാരണം കുഞ്ഞുങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ 40 രൂപയും കയ്യിൽ വെച്ചിട്ട് ഈ കുഞ്ഞൊരു ട്രെയിൻ കയറി പോകാന്ന് പറയുമ്പോൾ, കാരണം കുട്ടികളാണ്, അവരുടെ മനസ്സിൽ അവരുടെ പെട്ടെന്ന് അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ല. അവരുടെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് അവർ വന്നിട്ടില്ല. പ്രത്യേകിച്ചും ഒരു നല്ല ഗൃഹാന്തരീക്ഷമല്ല, സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെ ഒരു ഗൃഹാന്തരീക്ഷം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിന് നമുക്ക് യാതൊരു തർക്കവും. ഉറപ്പായിട്ടും അഡ്വക്കേറ്റ് ഗ്ലോറി സൂചിപ്പിച്ചത് നമ്മൾ എങ്ങനെ ഇതിനെ തടയാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ അതിനൊപ്പം ചോദിച്ചോട്ടെ, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലി, ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു വൾണറബിൾ ഫാമിലി അല്ലാത്ത ഇടങ്ങളിലും ഒരു പക്ഷേ കുട്ടികൾ ഈ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ ഒരു അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട ഒരു മുൻകരുതൽ എന്താണ്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ, അവരെ നമുക്ക് ശകാരിക്കാതെ വയ്യല്ലോ, ശകാരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ അശ്വതി സൂചിപ്പിച്ചു അതൊരു സാധ്യതയല്ലേ എന്ന്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യും? ഇതൊരു ആശങ്കയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഇപ്പം ഈ മാതാപിതാക്കളുടെ കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഏറ്റവും അധികം സ്കിൽ ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് ഇന്ന് വരുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ട്. കാരണം പൊതുവെ പറയുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെങ്ങനെ അവരെ നിയന്ത്രിക്കും, മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങള് ഒരു ടിവിയിൽ എന്ത് കാണണമെന്ന് വരെ തീരുമാനിക്കുന്നത്, ഏത് ചാനൽ വെക്കണമെന്ന് തീരുമാനിക്കുന്നത്, റിമോട്ടിന്റെ കൺട്രോളും മുഴുവനും കുട്ടികളുടെ കയ്യിലാണ്. ആക്ച്വലി ആരാണ് കുട്ടികളെ എങ്ങനെ ആക്കുന്നത്? അതിന് പ്രധാനമായിട്ടും ഞാൻ തറപ്പിച്ചു പറയും, അനുഭവത്തിന്റെ വെളിച്ചത്തിലും മറ്റുള്ള ഒബ്സർവേഷനിലും എനിക്കത് പറയാനായിട്ട് സാധിക്കും, മാതാപിതാക്കൾ തന്നെയല്ലേ. അപ്പൊ നമ്മള് ചെറുപ്പം മുതൽ ഗർഭാവസ്ഥ തുടങ്ങി നമ്മൾ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ദിശാബോധം പാരന്റ്സിനുണ്ടാവണം. അത് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കഴിവിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള നല്ല ഒരു അവബോധം പാരന്റ്സിൽ സൃഷ്ടിക്കണം. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്, നല്ലൊരു അന്തരീക്ഷത്തില് സ്നേഹത്തിന്റെയും പോസിറ്റീവായിട്ടുള്ള ഒരു ശിക്ഷണം, ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് അടിച്ച് ഇടിച്ച് അങ്ങനെ ഒരു ഫിസിക്കൽ അബ്യൂസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, അല്ലാതെയും നല്ല മനോഹരമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു പോസിറ്റീവ് ഡിസിപ്ലിന്റെ ഒരു സാഹചര്യത്തില് കുഞ്ഞുങ്ങള് നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല. കാരണം എന്തും കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏതെങ്കിലും ഒരു പാരന്റിന്റെ അടുത്ത്, അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ ഏകദേശം ഒരു 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ആ കുട്ടിക്ക് എന്തിനും അപ്രോച്ച് ചെയ്യാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം മാതാപിതാക്കൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ്സുകളൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി മാതാപിതാക്കൾക്ക് അതിന് കഴിയുന്നില്ലേ, അധ്യാപകർക്ക് കഴിയണം. കാരണം മാതാപിതാക്കളിലും അധ്യാപകരിലും ഇല്ലാത്ത ഒരു നന്മയും ഒരു കുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാലാവകാശത്തെ പറയുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, നമുക്ക് പ്രധാനപ്പെട്ട, താങ്കൾ പറഞ്ഞ പോലെ സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കുട്ടികളെ തനിച്ചാക്കി പോകുന്നത്, അത് മാതാപിതാക്കൾക്ക് പല സമയത്തും അങ്ങനെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലാതെ വരുന്നു, അവരെ സേഫ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് വരെ പോകേണ്ട അച്ഛനമ്മമാരുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെയാണ് നമ്മുടെ ഫാസ്റ്റ് ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെയും സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും ആ കുട്ടി, ആ സമയത്ത് ആ കുട്ടിയും അനിയത്തിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ശരിയാണ്, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങളാണ്. അതിപ്പോ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരത്തില് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു പ്രായം വരെ, അല്ലെങ്കിൽ നഴ്സറിയിൽ പോകുന്ന പ്രായം വരെ നമ്മൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ സ്റ്റേറ്റ് തന്നെ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിൽ ഈ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടിക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടി പുറം വിട്ടു പോവില്ല. കാരണം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയല്ല. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ കുട്ടിക്ക് ആ സ്വന്തം വീട്ടിലൊരു അരക്ഷിതാവസ്ഥ തോന്നിയിട്ടുണ്ടാവണം ഏതെങ്കിലും തരത്തിൽ. അതിപ്പോ ആ കുട്ടിയെ കൗൺസിൽ ചെയ്തിട്ട് നമ്മൾക്കത് ഏതെല്ലാം തരത്തിലാണ് ആ കുഞ്ഞ് ആ വീട്ടിൽ നിന്നും ഒരു എന്താ പറയാ തനിക്കൊരു വിഭിന്നമായിട്ടുള്ളൊരു
ആളായിട്ട് തോന്നിയിട്ടുണ്ടാവും, അപരിചിതയായിട്ട് ആ വീട്ടിൽ തന്നെ തോന്നിയിട്ടുണ്ടാവും, തന്നെ ആരും ഗവനിക്കുന്നില്ല ഒരു നിരീക്ഷണം ആ കുട്ടിക്ക് താനേ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതാണ് പറയുന്നത്, കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ട് എപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളൊന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറിപ്പോയാലും കുട്ടികൾ ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് വരില്ലേ. ഇനി കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ നമുക്കുണ്ടാകുകയാണെങ്കിൽ നമുക്കിപ്പോ എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ചൈൽഡ് ലൈൻ. 1098 വിളിക്കുക എന്നുള്ള ഒരു സംവിധാനം. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അക്രമങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ, താൻ ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മൾക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഇത്തരത്തിലുള്ള ഞാൻ ചോദിക്കണം, 1098 നമ്മളിപ്പോ ഒരുപാട് പേർക്ക് ബോധവൽക്കരണത്തിനായിട്ട് പലയിടത്തും നമ്മൾ ഈ നമ്പറുകൾ കാണുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ കാണുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഒരു നടപടി എങ്ങനെയാണ് മാം? ഒരു കുഞ്ഞ് 1098 വിളിച്ച് എനിക്ക് പരാതിയുണ്ട് എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു, ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കും? അതൊരു സെൻട്രലൈസ്ഡ് ഫോൺ, അത് ചൈൽഡ് ലൈൻ്റെ നമ്പറാണ്, ഓൾ നേഷൻ വൈഡ് ആയിട്ടുള്ള നമ്പറാണത്. അപ്പൊ അതിന്റെ ഒരു സെന്റേഴ്സിലേക്ക് ആ നമ്പർ പോയിട്ട് അത് ഏത് ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കാണോ അവിടേക്കാണ് ഇത് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യും. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ചൈൽഡ് ലൈൻ്റെ സെന്റേഴ്സിൽ നിന്ന് ആ വീട്ടിലേക്ക് ആളുകൾ വരും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പ്രൊആക്റ്റീവ് ആവും. അവർക്കിപ്പോ പെട്ടെന്ന് അതിനകത്തൊരു ഭീകരതയോ അല്ലെങ്കിൽ എമർജന്റ് ആയിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ നിയറസ്റ്റ് ആയിട്ടുള്ള അത് ലൊക്കേറ്റ് ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിവരം കൊടുക്കും. അപ്പൊ അവര് തന്നെ ആ സ്പോട്ടിൽ ഓടിയെത്തുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റും നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അവർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ ഇനി കുട്ടിയെ അങ്ങനെ പിന്നീടുള്ള കുട്ടിയുടെ കാര്യങ്ങൾ എന്താണോ തീരുമാനിക്കേണ്ടത് അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. റൈറ്റ്.